നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കയ്പ്പ് കുറവുള്ളൊരു കൈപ്പക്കക്കറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കയ്പക്ക വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നെക്സ്റ്റ് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ കയ്പക്ക ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 1/2 സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറുതായി അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, then 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള തക്കാളിയും സവാളൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/2 മൂറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിൽ പെരുംജീരകം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മളുടെ തേങ്ങ നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. നമ്മളുടെ തേങ്ങ അരച്ചതിൽ നിന്ന് തേങ്ങാപ്പാൽ മാത്രം കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മസാല മൊത്തം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും ആ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ കറി ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ കടുക് പൊട്ടിച്ചതും വേപ്പിലും കൂടിയിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കയ്പക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മറ്റുള്ള കറികളെ അപേക്ഷിച്ചിട്ട് ഈ കറിക്ക് കയ്പ്പ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.